ഈ നിരീശ്വരവാദികൾ ഇവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്ന, ചരിത്രത്തിലും ഇല്ല, ഇന്നും ഇല്ല, ഇനി നാളെ ഉണ്ടാകുന്ന അവർക്കിട്ട് അഭിപ്രായമില്ല, അങ്ങനെയുള്ള ഒരു അറേബ്യയിലേക്കാണല്ലോ ഈ അന്ത്യപ്രവാചകനെയും ഖുർആനെയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചില എക്സ് മുസ്ലിംസ് വളരെ അതിനെപ്പറ്റി വളരെ ഒരു വകുപ്പില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്തുകൊണ്ട് റഷ്യയിൽ, എന്തുകൊണ്ട് ന്യൂയോർക്കിൽ വന്നില്ല, ചൈനയിൽ വന്നില്ല, ടോക്കിയോയിൽ വന്നില്ല, ലോകത്തെ വലിയ രാജ്യങ്ങളെ തലസ്ഥാനങ്ങളുടെ സിറ്റികളുടെ പേരൊക്കെ പറയും. നമ്മൾ അങ്ങനെ അധികം ഇലാബറേറ്റായിട്ട് പറയണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1400 കൊല്ലം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നാഗരികത എന്ന് അതേ ഭാവത്തിലും ഭാഷയിലും ബാക്കിയുണ്ടെങ്കിൽ അത് മക്കൻ, മദീനിയൻ, അറബ് നാഗരികത മാത്രമല്ലേ? അന്ത്യനാളോളം നിൽക്കേണ്ട ഒരു ഗ്രന്ഥത്തെ ഏത് പ്രദേശത്താണോ അള്ളാഹു ഇറക്കിയത് അതിനെ മാത്രം ബാക്കി വെക്കുന്നു. അല്ലെ, ബാക്കി വെക്കാൻ അള്ളാഹു തീരുമാനിച്ചിടത്തേക്ക് തന്നെ പ്രവാചകനെ പറഞ്ഞേക്കുന്നു. ഇത് ഒരു ഡിസൈനർ ആകുമ്പോഴത് സംഭവിക്കുകയുള്ളൂ. സോഷ്യൽ എൻജിനീയറിംഗ് ഒരാൾ നടത്തുമ്പോഴേ ആ ഒരു സമീകൃതാവസ്ഥ സംഭവ്യമാവുകയുള്ളൂ. ഇപ്പോൾ 1400 കൊല്ലം മുമ്പ് നമ്മൾ ഈ നിൽക്കുന്ന ഈ മണ്ണ് മനുഷ്യരുള്ള മണ്ണ് തന്നെയാണ്. അന്ന് നമ്മുടെ നാടിൻ്റെ, മലബാറിൻ്റെതാണ്, എനിക്ക് തെക്കൻ കേരളം ഞാൻ നോക്കിയിട്ടില്ല, അന്ന് അവിടെ ഭരിച്ചിരുന്നത് ചാളക്യ ഡൈനാസ്റ്റിയിലെ പുലകേശൻ രണ്ടാമനാണ്. ചാളക്യ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് എന്നുള്ളതിന് ചരിത്രത്തിൻ്റെ പുസ്തകത്തിലല്ലേ ഉള്ളൂ. ആർക്കാണ് അറിയുന്നത്? പുലകേശൻ രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, ഞങ്ങൾക്കെന്താ? ചരിത്രത്തിലുണ്ടോ അത്? അന്ന് അവിഭക്ത ഇന്ത്യ, ഗുപ്ത മൗര്യ ഡൈനാസ്റ്റിയുടെ അധികാര കൈമാറ്റത്തിൻ്റെ കാലമാണ്. ഗുപ്ത സാമ്രാജ്യം എന്നുണ്ടോ? മൗര്യ സാമ്രാജ്യം എന്നുണ്ടോ?